താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പ്രാർത്ഥിക്കുന്നവരെന്നല്ല, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടുന്നത് എന്താ? ഒരല്പം കിട്ടിയാലായി. കിട്ടിയിട്ടില്ലെന്നോ പിണങ്ങണ്ട, ശരിയാക്കാം. അപ്പോൾ കുറച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ കിട്ടുന്ന ഒരു അനുഭവം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സിമ്പിൾ പ്രാർത്ഥനയും ഒത്തിരി നേട്ടങ്ങളും. അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. അപ്പോൾ ഈ മെസ്സേജുമായി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു ദർശനത്തെ കാണിച്ചു. 2 നടപ്പാതകളുടെ ദർശനം. അപ്പോൾ അതിൽ ഒരു വഴി, ഒത്തിരി ആൾക്കാർ നടക്കുന്ന വഴിയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് നടപ്പാതയാണ്. അതിലിറങ്ങി നടന്നാൽ കണ്ണ് കണ്ടുകൂടാത്തവൻ പോലും എത്തേണ്ട സ്ഥാനത്തെത്തും. സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകൾ നടക്കുന്ന നടപ്പാത ഓർമ്മ വരുന്നുണ്ടല്ലോ, അത് തന്നെ. ഇനി രണ്ടാമത്തെ വഴി, ആൾ സഞ്ചാരമില്ലാത്ത വഴി. അതുകൊണ്ട് തന്നെ കാട് മൂടി കിടക്കുന്നു. ഇടയ്ക്കൊക്കെ നടക്കുവാൻ ഒരാൾ വരും. ആ ആൾ വന്ന് ആ കാട് വൃത്തിയാക്കും, നടക്കും. കാട് വൃത്തിയാക്കുന്ന സമയത്ത് ആ ആളിന് മനസ്സിലാവും ഇതൊരു വഴിയാണ്. എന്നാൽ ആ ആൾ പോകും, വീണ്ടും കാട് മൂടും. ആർക്കും നടക്കുവാൻ കഴിയാത്ത വഴി. ഈ പറയുന്ന ആളിന് പോലും ശരിയായ സ്ഥലത്തെത്തുവാൻ, ആ വഴിയിലൂടെ നടന്നെത്തുവാൻ കഴിയത്തില്ല. ഇങ്ങനെ 2 വഴികൾ. ഇത് 2 നിലകളിലുള്ള പ്രാർത്ഥനകളാണ്. കർത്താവ് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ഒന്നാമത്തെ വഴി, അവിടെ ആരും വഴിക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല, നടക്കുന്നു. ഒപ്പം തന്നെ വഴിയും ഉണ്ടാകുന്നു. ഇങ്ങനെ മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുന്നു, ഒന്നും ലക്ഷ്യമാക്കാതെ അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ. ഫലമോ ലക്ഷ്യത്തിലെത്തിക്കുന്ന വഴി അഥവാ പ്രാർത്ഥന. രണ്ടാമത്തെ വഴി, ഒരുവൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാ? ഒരു വഴി ഉണ്ടാക്കുവാൻ. ശ്രമിക്കുന്ന സമയം വഴി ഉണ്ടാകുന്നുണ്ട്. ശ്രമം കഴിയുമ്പോൾ വഴി കാട് മൂടി ആർക്കും നടക്കുവാൻ കഴിയാത്ത നിലയിൽ ആയിത്തീരുന്നു. ഇത് ആവശ്യത്തിനു വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി വരും, പ്രാർത്ഥിക്കും. എന്തെങ്കിലും നടക്കുമോ? ആ രണ്ടാമത്തെ വഴി തന്നെ ഉദാഹരണം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ, കർത്താവിനോട് പറയുക, എന്നെ കേൾക്കുവാൻ പോകുന്ന നിങ്ങളിൽ ചിലർ അവിധത്തിൽ പ്രതിഫലേച്ഛയില്ലാതെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നു, അതൊരു ശീലമായതുകൊണ്ട്. നേരം വെളുത്തു, ഉണർന്നെഴുന്നേറ്റു, അയ്യോ ഇന്നൊരു പുതിയ പ്രഭാതം കാണുവാൻ എൻ്റെ അപ്പൻ എനിക്ക് അവസരമൊരുക്കി. ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതല്ലേ സഹോദര, സഹോദരി? മധ്യാഹ്നമായി, ആഹാരം കഴിച്ചു. ഓ, അപ്പൻ എനിക്ക് ഇന്നും ആഹാരം തന്നു. ഒത്തിരി പേർ ആഹാരമില്ലാതെ കഷ്ടത അനുഭവിക്കുന്നു. എനിക്ക് ആഹാരം തന്നു. സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാത്രിയായി, ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ എന്നെ എൻ്റെ കർത്താവ് ശേഷിപ്പിച്ചു. അയ്യോ, എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? പ്രാർത്ഥിക്കുന്നു. എന്തിനെങ്കിലും വേണ്ടിയാണോ? അല്ല. പ്രഭാതം ഉണ്ടായതുകൊണ്ട്, മധ്യാഹ്നം ഉണ്ടായതുകൊണ്ട്, രാത്രി കടന്നു വന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ, പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരിക്കുന്ന ചിലർ ലക്ഷ്യത്തിലെത്തുവാൻ പോവുകയാണ്. ഓ താങ്ക് ഗോഡ്. കർത്താവ് പറയാം, അങ്ങനെയുള്ള ചിലരോട് ഈ ദൂത് സന്തോഷത്തോടെ പറയുവാൻ, നിങ്ങൾ ലക്ഷ്യത്തിലെത്തുവാൻ പോവുക. നിങ്ങൾ ഒന്നും ചോദിച്ചിട്ടല്ല, നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾ ചോദിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്, പക്ഷെ അതേക്കുറിച്ചല്ല. നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് തിരിച്ചറിഞ്ഞ് കർത്താവ് തന്ന് നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാക്കുവാൻ പോകുക. ഓ സ്തോത്രം. അതേ സഹോദര, അതേ സഹോദരി, നിന്നോട് തന്നെ നിനക്ക് പലതും ആവശ്യപ്പെടുവാൻ കഴിയുന്നില്ല. ആവശ്യമുള്ള പലതും ഉണ്ട്, പക്ഷേ ചോദിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നീ ആയിരിക്കുന്നു. ആ ജോലി സ്ഥലത്ത് തന്നെ പ്രതികൂലം ഉയരുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജോലി എത്ര നാൾ കൂടെ കാണുമെന്ന് പറയുവാൻ കഴിയാത്ത സ്ഥിതി, ജോലി ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതി. അതെ, അത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. വിട്ടുമാറാതെ നിൽക്കുന്ന ബലഹീനതകളാണ്. ശരീരം തളർന്നു പോകുന്നു, മനസ്സ് മടുത്തു പോകുന്നു, അല്ലേ? അതിന് മധ്യത്തിൽ എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർ പരിഹസിക്കുന്നുണ്ട്. ഓ സ്തോത്രം, ഇത്രയും കഷ്ടതയിലായിട്ട് ഇവളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ലല്ലോ, ചുമ്മാതിരുന്ന് പ്രാർത്ഥിക്കുക. അർദ്ധരാത്രികളിൽ നിന്റെ പ്രാർത്ഥന, ഒഴിവ് സമയങ്ങൾ, ഓ അല്പസമയം കിട്ടിയാൽ എല്ലാവരും സൊറ പറയുവാനും പരിഹസിക്കുവാനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനും മാറിയിരിക്കുന്ന സമയത്ത് നീ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന ആ അനുഭവം
സ്തുതിക്കുവാനല്ലാതെ പലപ്പോഴും നിനക്ക് കഴിയുന്നില്ല. കർത്താവേ, നീ ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നു. കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ? കർത്താവിനെ സ്തുതിക്കുന്നില്ലേ? നിന്റെ ആവശ്യം അറിഞ്ഞ് കർത്താവ് അവിടെ ചെയ്യുവാൻ പോകും. യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി, നിന്റെ ആവശ്യം അറിഞ്ഞ് പ്രാർത്ഥനയുള്ള, നിന്റെ ആവശ്യം അറിഞ്ഞ് പ്രാർത്ഥന തന്നെ ജീവിതമാക്കി മാറ്റിയ, നിന്റെ ആവശ്യം അറിഞ്ഞ് എൻ്റെ കർത്താവ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുമോ? താങ്ക് ഗോഡ്. നീ ചോദിക്കുവാൻ ഭയപ്പെടുന്ന ചിലത് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. ആ ജോലി സ്ഥലം മുഖാന്തരം നീ ചോദിക്കുവാൻ ഭയപ്പെടുന്ന ചിലത്, ഇന്നത്തെ അവസ്ഥ മുഖാന്തരം നീ ചോദിക്കുവാൻ ഭയപ്പെടുന്ന ചിലത്, അതെ, ആ ശമ്പള വർധനവ്, ആ തൊഴിൽ സ്ഥിരത, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ പ്രമോഷൻ എൻ്റെ കർത്താവ് അത് നിനക്ക് ഒരുക്കി തരിക. സ്തോത്രം. നിന്നെ അവിടെ സ്ഥിരപ്പെടുത്തുവാൻ പോവുക. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുവാൻ കഴിയും വിശ്വാസത്തോടെ തന്നെ? അതേന്നേ, ഒരു സാധ്യതയുമില്ല. അയ്യോ, ഇത് എന്നോടുള്ള ദൂതല്ല, അങ്ങനെ ചിലർ പറയുന്നുണ്ട്. ഇത് നടക്കത്തില്ല. അതെ, നിന്നോട് തന്നെ. നീ പ്രാർത്ഥിക്കുന്നവളാണോ, നീ പ്രാർത്ഥിക്കുന്നവരാണോ, അത് മാത്രമേ ചോദ്യമുള്ളൂ. എങ്കിൽ നീ അവിടെ സ്ഥിരപ്പെടുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേന്നേ, നീ അവിടെ നിന്ന് തന്നെ വരുമാനം വാങ്ങും, നിന്റെ മക്കളെ പഠിപ്പിക്കും, ഭവനം പണിയും, ഭവന കാര്യങ്ങൾ ക്രമപ്പെടുത്തും. നീ ആഗ്രഹിച്ചു കടന്നുപോയതൊക്കെയും, എന്തൊക്കെ ആഗ്രഹിച്ചാണോ നീ കടന്നുപോയത്, എൻ്റെ കർത്താവ് അത് നിനക്ക് അവിടം കൊണ്ട് തന്നെ തരുവാൻ പോകുക. ഓ സ്തോത്രം, താങ്ക് ഗോഡ്. അതേ സഹോദരി, നിന്റെ വിഷയങ്ങൾ ഒത്തിരി വലുതാണ്. തകർക്കപ്പെട്ട കുടുംബജീവിതം, കണ്ണുനീർ മാത്രമേ പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ട്. എങ്കിലും പിന്നോട്ടില്ല. എൻ്റെ ഭർത്താവ് തിരികെ വരുമോ, വരത്തില്ലേ, അറിയത്തില്ല. എൻ്റെ കുടുംബം നന്നായി മുമ്പോട്ട് പോകുമോ, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുമോ, ഞാനായിരിക്കുന്ന അവസ്ഥ അറിയുവാൻ കഴിയുമോ? ഒപ്പമുള്ളവനാണ്, പക്ഷേ ഒത്തിരി അകലെ ആയിരിക്കുന്നത് പോലെ വേദനയാണ്. സഹോദരി, ദൂത, ശരീരത്തിൽ വല്ലാതെ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരി ഈ സമയം എന്നെ കേൾക്കുന്നുണ്ട്. സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്നു. എന്നാൽ ആ വേദന മറച്ചു വെച്ച് ഭർത്താവിനൊപ്പം നിൽക്കുന്നുണ്ട്, കുടുംബത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ആ വേദന പല നിലകളിൽ നിന്നെ ബലഹീനയാക്കുന്നുണ്ട്, പല സ്ഥാനങ്ങളിൽ നിന്നും നിന്നെ പിന്നാക്കം വലിക്കുന്നുണ്ട്. അത് കുറ്റപ്പെടുത്തലിനും, സ്തോത്രം, യേശുവിൻ നാമത്തിൽ വല്ലാത്ത വേദന അല്ലേ? ആമേൻ. കുറ്റപ്പെടുത്തലിന് കാരണമായി അത് മാറുന്നു, പരിഹാസത്തിന് കാരണമായി മാറുന്നു. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി എത്ര കാലം എൻ്റെ ഭർത്താവ് എന്നെ സഹിക്കും എന്ന നിലയിലേക്ക് തകർന്നുകൊണ്ടിരിക്കുക, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെ യേശുവിൻ നാമത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തെ, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തെ, എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ അപ്പാ എന്ന് നിലവിളിച്ച് കരയുന്ന നിന്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തുക. ഓ താങ്ക് ഗോഡ്. സഹോദരി, നിന്നോട് തന്നെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് അറിയത്തില്ല. അപ്പാ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ? അപ്പാ, ഞാൻ ഈ കണ്ണുനീർ കുടിക്കുന്നത് എന്തിനാ? നീ കരയുന്ന സഹോദരി, നിന്റെ കണ്ണുനീരിന് എൻ്റെ കർത്താവ് മറുപടി തരിക. യെസ്, ഓ താങ്ക് ഗോഡ്. തകർന്നു പോയതിന് എൻ്റെ കർത്താവ് പണിതുയർത്തുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. നിന്റെ ജീവിതം തന്നെ, ആ വേദന അനുഭവിക്കുന്ന നിന്റെ ജീവിതം തന്നെ, സഹോദരാ, ഇതിങ്ങനെ തുടർന്നാൽ എൻ്റെ ജീവിതം തകർന്നു പോകും. വല്ലാത്തൊരു ഭാരമാണ്. തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു. ഭാര്യ ഒപ്പമില്ല, ആരും ഒപ്പമില്ല. നിന്നെ മനസ്സിലാക്കുവാനോ, നിനക്കൊപ്പം നിൽക്കുവാനോ, നിന്റെ സാഹചര്യം അറിയുവാനോ, നിന്റെ ജീവിതം മുഴുവനും നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ ഇന്ന് അവർക്ക് നിനക്കൊപ്പം നിൽക്കുവാൻ കഴിയുന്നില്ല. അകലേക്കായി. സ്തോത്രം. പ്രാർത്ഥന ഒട്ടും കുറവില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവദാസനെ, നിങ്ങൾക്കറിയാമോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രിയെ പകലാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കാരെയും ബോധ്യപ്പെടുത്തുവാനില്ല. പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, നീ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്ക്. എനിക്കാരെയും ബോധ്യപ്പെടുത്തുവാനില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക ദേവദാസനെ, ഞാൻ എപ്പോഴും കരയുക. എന്താണ് എൻ്റെ കർത്താവിനോട് ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല.
എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എനിക്കറിയാം ഞാൻ വലിയ തകർച്ചയിലാണ്, ഞാൻ വലിയ വേദനയിലാണ്, ഞാൻ വലിയ കഷ്ടതയിലാണ്. നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്. നിന്റെ ആവശ്യം അറിഞ്ഞ് എൻ്റെ കർത്താവ് ചെയ്യുക. അകന്നു പോയതിനെ എൻ്റെ കർത്താവ് ചേർത്ത് നിർത്തുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ സഹോദര, നിന്നോട് തന്നെ. യെസ്, ആമേൻ. നിന്റെ തകർന്നു പോയ ജീവിതത്തെ എൻ്റെ കർത്താവ് ചേർത്ത് പണിയുക. സ്തോത്രം. ആ വീട്ടിനകത്ത് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്ത ശൂന്യത അതിനകത്തുണ്ട്. കടം, ദാരിദ്ര്യം, പലതിൻ്റെയും കുറവ്. ഒരു കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള അനുഭവം എൻ്റെ ഭവനത്തിനകത്തില്ല. നിനക്കതറിയാം സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾക്കതറിയാം. എന്തിൻ്റെയൊക്കെയോ കുറവ്. ആ കുറവിൻ്റെ എല്ലാം ഫലം, ആ കുറവിന് കാരണമായവർ പുറത്തുപോയി സന്തോഷിച്ചു തീർക്കുമ്പോൾ, അതെ, പരാതി അതാണ്. ഞാനിവിടെ ഒന്നുമില്ലാത്തവളായി, ഒന്നുമില്ലാത്തവനായി, ഒന്നുമില്ലാത്ത അമ്മയായി, ഒന്നുമില്ലാത്ത അപ്പനായിരിക്കുന്നു. മക്കൾ പുറത്തുപോയി സന്തോഷിച്ചു തീർക്കുന്നു, മദ്യപിച്ച് സന്തോഷിച്ചു തീർക്കുന്നു, കൂട്ടുകെട്ടുകളുടെ പിന്നാലെ നടന്ന് അതിൽ സന്തോഷം കണ്ടെത്തി അവർ ജീവിക്കുന്നു. ഇവിടെ ശൂന്യത, വേദനയാണ്, കണ്ണുനീരാണ്. നിന്റെ കണ്ണുനീർ വീട്ടിനകത്ത് വീണ് ആ കണ്ണുനീർ ചവിട്ടി നീ നടക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ കണ്ണുനീർ വീണ് ആഹാരം നീ കഴിക്കുക. എന്ത് പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല, എന്താണ് ഇതിനൊരു പരിഹാരമെന്നറിയത്തില്ല. അതുകൊണ്ടാ പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പാ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. അതേ, നിന്റെ കണ്ണുനീർ എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കർത്താവ് മറുപടി തരിക. അകന്നു പോയതിനെ കൂട്ടി വരുത്തി ആ ഭവനത്തിനകത്തെ ശൂന്യത, ആ ഇല്ലായ്മ മാറിപ്പോവുക. യേശുവിൻ നാമത്തിൽ നിന്റെ കണ്ണുനീരിന് കാരണമായിരിക്കുന്ന ശൂന്യത, അതെ, ആ ദാരിദ്ര്യം വിട്ടുമാറുക. യെസ്, കടം തീർക്കുവാൻ, ആവശ്യത്തിന് എടുത്തു കൊടുക്കുവാൻ തക്കവണ്ണമുള്ളത് നിന്റെ ഭവനത്തിനകത്തുണ്ടാകുവാൻ പോവുക. സ്തോത്രം. ആ ഒഴിഞ്ഞ പേഴ്സ് കണ്ട് ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവേ, നിന്നോട് തന്നെ നിന്റെ ആവശ്യത്തിന് ഒത്തവണ്ണമുള്ളത്, മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടത്, അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് അതിനകത്ത് വരുവാൻ പോവുക. ഓ സ്തോത്രം. അതിങ്ങനെ വിടർത്തി നോക്കി വല്ലാത്ത ഭാരത്തോടെ ആയിരിക്കുക, അതിനകത്ത് നിറയുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ തലമുറകളുടെ ജീവിതം എന്ത് പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല. അത്രമാത്രം അവർ അകന്നുപോയി, തകർന്നുപോയി, നിന്നിൽ നിന്ന് അകന്നുപോയി. ഫലത്തിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പിശാചിന്റെ അടുക്കലേക്ക് എത്തി. അവൻ അവരെ പിടിച്ചു തകർത്ത് കളഞ്ഞിരിക്കുന്നു. വാളവരെ പോലും കിട്ടുവാനില്ലാതെ ആ മുടിയനായ പുത്രൻ അലഞ്ഞതുപോലെ പുറത്ത്. നീ സന്തോഷിക്കുക എന്നാണ് വിചാരിക്കുന്ന ചിലർ അലയുക, നിന്റെ തലമുറകൾ അലയുക. യെസ്, യേശുവിൻ നാമത്തിൽ മറുപടി ഉണ്ടാകുവാൻ പോവുക. മടക്കി വരുത്തുക. നിന്റെ തലമുറകളെ നിനക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ തക്കവണ്ണം പുറത്തുപോയി തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറകളെ, പല പല ശീലങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന, കൂട്ടുകെട്ടുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന, കേസുകളിൽ പെട്ടുപോയ നിന്റെ തലമുറയെ എൻ്റെ കർത്താവ് തിരികെ വരുത്തുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നിന്റെ കണ്ണുനീരും നിന്റെ നിലവിളിക്കും മാതാവേ എൻ്റെ കർത്താവ് മറുപടി തരുവാൻ പോകുക. നീ ചോദിക്കുവാൻ മടിക്കുന്നത്, എങ്ങനെ എൻ്റെ മകനെ ഞാൻ ചോദിക്കും? അത്രമാത്രം അവൻ തകർന്നു പോയി, അത്രമാത്രം അവൾ പറയുവാൻ കഴിയാത്ത നിലയിലായിരിക്കുന്നു. അതേ, നിന്റെ ആവശ്യം അറിഞ്ഞ് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. അനുഗ്രഹീതമായ അവരുടെ ഭാവിക്കായി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ആ ദേശത്ത് തന്നെ, അവരെ കുറിച്ച് അപമാനം പറഞ്ഞ ദേശത്ത് തന്നെ, അവർ കൊള്ളരുതാത്തവരെന്ന് മറ്റുള്ളവർ പറഞ്ഞ അതേ ദേശത്ത്, യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം തലമുറകൾക്ക് ഭാവി ഒരുക്കുക. ആമേൻ. ഉയരങ്ങളിലേക്ക് എത്തുവാൻ പോകുക. എങ്ങനെ ദൈവദാസനെ, എന്താ അതിന് തക്കവണ്ണമുള്ളത്? അവരുടെ കയ്യിലുള്ളത് അവരുടെ കയ്യിലൊന്നുമില്ല, നിന്റെ കയ്യിലുണ്ട്. നിന്റെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. എത്ര നേരമായി ഈ മെസ്സേജ് കാണുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിച്ചിരിക്കുക. പ്രാർത്ഥിക്കുക മാതാവേ. പരിഹാസം, പരിഹാസം, പരിഹാസം കേട്ട് കേട്ട് മടുത്തു, എന്നിട്ട് പ്രാർത്ഥന വിട്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ ഉപദ്രവിക്കപ്പെട്ട മാതാവേ, നിന്നോടാ. അവർ ഉയരുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ പക്കലുണ്ട്. എൻ്റെ കർത്താവ് അത് കണ്ടിട്ടുണ്ട്. അവരെ ഉയർത്തുക. ആ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് തലമുറകളെ ഉയർത്തി എൻ്റെ കർത്താവ് മാനിക്കുക. ഓ താങ്ക് ഗോഡ്, സ്തോത്രം. ആ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, ഇപ്പോ രോഗത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുവാൻ വയ്യ. കാരണം അത്രമാത്രം രോഗമാണ്. ഏതൊക്കെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും?
കരച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പാ അപ്പാ എന്നുള്ള നിലവിളി. അർദ്ധരാത്രികളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ തലയിൽ കൂടെ പുതപ്പ് മൂടി നീ നിലവിളിച്ചു കരയുക. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സഹോദര സഹോദരി നിന്നെ സൗഖ്യമാക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം. ഓ താങ്ക് ഗോഡ്. ആമേൻ. കർത്താവ് പ്രവർത്തിക്കുക. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആ ബിസിനസ്സിനെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആമേൻ. ഇതിൽ നിന്നൊരു നല്ലത് പാടാ. ബുദ്ധി അത് പറഞ്ഞു തരുന്നുണ്ട്. ഇത് രക്ഷപ്പെടത്തില്ല. 2 കൊറോണ കഴിഞ്ഞു, 3ാമത്തേതിലെത്തി. ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഇനി കടം ഒരിടത്തു നിന്ന് കിട്ടത്തില്ല. വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അതേ, നിന്റെ കണ്ണുനീര് പ്രാർത്ഥനയും ദൈവം കണ്ടിട്ടുണ്ട്. കണ്ടവൻ അതിനെ പണിയുക. അത് നിന്റെ ബിസിനസ്സിനെ, നിന്റെ കച്ചവടത്തെ, നിന്റെ സ്ഥാപനത്തെ, നിന്റെ തൊഴിലിനെ എൻ്റെ കർത്താവ് പണിയുക. നീ എന്താഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങിയോ, നീ എന്താഗ്രഹിച്ച് നിനക്കുള്ളതെല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുവോ, ഓ സ്തോത്രം, നഷ്ടപ്പെട്ടവനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആ വഴി ഏത് കണ്ണുപൊട്ടനെയും എത്തേണ്ട സ്ഥാനത്തെത്തിക്കും. ഏത് വഴി? ആ ഒത്തിരി ആൾക്കാർ നടക്കുന്ന വഴി. പ്രാർത്ഥനയുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല, പ്രാർത്ഥന തന്നെ ജീവിതമായവനെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. സഹോദര സഹോദരി, അത് നീയാണ്. അങ്ങനെ അല്ലാത്ത ചിലർ കേൾക്കുന്നുണ്ട്. 2ാമത്തെ വഴി പോലെ ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ വരും. പ്രാർത്ഥിച്ചിരിക്കത്തുള്ളൂ. നീ ആ പരാതി പറയുന്നേ, ഒന്നും കിട്ടിയില്ലെന്നേ, ഒന്നും കിട്ടിയില്ല, നീ ആ പരാതി പറയുന്നേ. അതുകൊണ്ട് എന്തിനെങ്കിലും വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും. അത് നിർത്തി പ്രാർത്ഥന തന്നെ ജീവിതമാക്കി മാറ്റി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനു നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേൽ എന്ന ഭക്തൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയാ? എന്തിനെങ്കിലും വേണ്ടിയാണോ? അല്ല. എന്തിനെങ്കിലും വേണ്ടിയാണെങ്കിൽ അന്ന് നാം ചിന്തയ്ക്കായി വായിച്ച വാക്യം രേഖപ്പെടുത്തുവാനുണ്ടായ ആ സന്ദർഭത്തിൽ മാത്രമേ ദാനിയേൽ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. എന്നാൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗത്തിൽ പറയുന്നു, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. പ്രഭാതമുണ്ടെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിക്കും. ഒരു പ്രഭാതം കൂടെ കാണുവാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ, പ്രാർത്ഥിക്കാതിരിക്കുവാൻ എങ്ങനെ കഴിയും? ദാനിയേൽ പ്രാർത്ഥിക്കും. മധ്യാഹ്നമുണ്ടെങ്കിൽ ആഹാരം തന്ന ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ, പ്രാർത്ഥിക്കാതിരിക്കുവാൻ എങ്ങനെ കഴിയും? ദാനിയേൽ പ്രാർത്ഥിക്കും. രാത്രി വന്നാൽ ദാനിയേൽ പ്രാർത്ഥിക്കും. ഈ ലോകം വിട്ട് അനേകർ മാറ്റപ്പെട്ടിട്ടും ഞാനിതാ ഈ ലോകത്തിൽ ശേഷിക്കുന്നു. അങ്ങനെയുള്ള എനിക്കെങ്ങനെ ജീവൻ തന്ന എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാനും അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാതിരിക്കുവാനും കഴിയും? ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല, തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വലിയ പ്രതിസന്ധിയെ മുൻനിർത്തിയല്ല, നേരത്തെ താൻ ചെയ്തു വന്നതുപോലെ താൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം എന്താ? ഒന്നിനും വേണ്ടിയല്ലാത്ത പ്രാർത്ഥനയുടെ ഫലം. ആ 1ാമത്തെ വഴിയെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ ആവശ്യം പറഞ്ഞ് ദൈവം പ്രവർത്തിച്ചു. ആരുടെ? ദാനിയേലിന്റെ ആവശ്യം പറഞ്ഞ് ദൈവം പ്രവർത്തിച്ചു. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം എത്തിച്ചേർന്നപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ശത്രുക്കൾ അവനൊരു സിംഹക്കുഴി ഒരുക്കി അവനെ സിംഹത്തിന്റെ കുഴിക്കകത്ത് പിടിച്ചിട്ടു. സിംഹം വിശന്ന് കിടക്കുകയാണ്. ഇപ്പോൾ അവർക്കുള്ള ലഞ്ചോ സപ്പറോ എന്തോ അതാ വരുവാൻ പോവുകയാണ്. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കുവാനായിട്ട് റെഡിയായിരിക്കുന്ന അതൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. നല്ല വിശപ്പുള്ളപ്പോഴാണെങ്കിൽ റെഡിയായിരിക്കും. ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ, അകത്തുനിന്ന് മണമൊക്കെ വരുമ്പോൾ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ. അതുപോലെ ആയിരിക്കും സിംഹങ്ങൾ റെഡിയായി നിൽക്കുക. എന്തിനാ? ദാനിയേലിന്റെ പിച്ചി ചീന്തി തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേ വചനം പറയുന്നു 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ദാനിയേൽ സിംഹങ്ങൾക്ക് ആഹാരമാകുവാൻ ആ സിംഹക്കുഴിയിൽ ശത്രുവിന്റെ ഇഷ്ടം പോലെ എത്തുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഇഷ്ടം പോലെ ദൈവം അതിനകത്തൊരു ദൂതനെ നിർത്തി. എന്തിനാ? നിങ്ങൾ ഈ ആഹാരം കഴിക്കരുത്. നമ്മളൊരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മോട് പറയുന്നു, നിങ്ങൾ ഈ ആഹാരം കഴിക്കരുത്, ഈ ആഹാരം നിങ്ങൾക്കുള്ളതല്ല. അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതുപോലെ സിംഹത്തോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഈ ആഹാരം നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് വേറെ നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. വെയിറ്റ് ചെയ്യ്, ഇത് നിങ്ങൾക്കുള്ളതല്ല. ഈ ദാനിയേലിനെ തിന്നാനുള്ളവരല്ല നിങ്ങൾ. ദാനിയേൽ നിങ്ങളുടെ ഭക്ഷണമല്ല. അതേ, ആ സിംഹക്കുഴിയിൽ നിന്ന് ശത്രു
ദാനിയേലിന് വേണ്ടി ഒരുക്കിയ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം ദാനിയേലിനെ വിടുവിച്ചു. എന്തിനെങ്കിലും വേണ്ടിയല്ലാതെ, ആവശ്യം മുൻനിർത്തി അല്ലാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ജീവിതമായുള്ള ദാനിയേലിനെ ശത്രു ഒരുക്കിയ ആ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം വിടുവിച്ചു. സഹോദര, സഹോദരി, നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന ആ സിംഹക്കുഴിയിൽ നിന്ന് ചിലർ അലറി പാഞ്ഞു വരിക, കടിച്ചു കീറുവാൻ തക്കവണ്ണം ആ ജോലി സ്ഥലത്ത് നിന്ന്. പേടിയാലേ ചിലരെ കാണുമ്പോൾ തന്നെ. ഇപ്പം വേണമെങ്കിൽ ഇവരെന്നെ കീറിക്കളയും, തകർത്തുകളയും. ഇല്ലെന്നേ, കർത്താവ് തന്റെ ദൂതനെ അയച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അവരുടെ ആഹാരമല്ല. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അവരുടെ ആഹാരമല്ല. ആ ശത്രു മുഖാന്തരം നീ തകർക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ജോലി സ്ഥലത്ത് സിംഹത്തെ പോലെ അലറി പായുന്ന അതേ ആ ശത്രുവിന് മുമ്പിൽ നീ തകർക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, സഹോദര, നിന്റെ കുടുംബ ജീവിതം അതെ ആ ശത്രുവിന് മുമ്പിൽ, നിന്നെ ഭയപ്പെടുത്തുന്ന ആ ശത്രുവിന് മുമ്പിൽ, അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ, അവരുടെ പ്രവൃത്തികൾക്കും പദ്ധതികൾക്കും മുമ്പിൽ, അവളുടെ പ്രവൃത്തികൾക്കും പദ്ധതികൾക്കും മുമ്പിൽ, അവന്റെ പ്രവൃത്തികൾക്കും പദ്ധതികൾക്ക് മുമ്പിൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി ദിവസങ്ങൾ എഴുന്നേൽക്കുന്ന ആ സിംഹത്തെ, സ്തോത്രം, അവന്റെ പദ്ധതികളെ, നിന്നെ തകർക്കുവാനുള്ള അവന്റെ പദ്ധതികളെ ദൈവം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക യേശുവിൻ നാമത്തിൽ. ഈ രോഗത്താൽ നീ തകരത്തില്ല യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ഈ രോഗത്താൽ നിന്റെ പടം പോസ്റ്റിൽ കയറത്തില്ല. സ്തോത്രം. മാതാവേ, പിതാവേ, ഇന്ന് നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളാൽ ദൈവദാസനെ പറ്റത്തില്ല. അത്രമാത്രം വലിയ പ്രശ്നമാണ്. സിംഹത്തെ പോലെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മദ്യപാനം അവരെ അത്രമാത്രം വേട്ടയാടുന്നു. ദുശീലങ്ങൾ അവരെ വേട്ടയാടുന്നു. അവരുടെ ഇന്നലത്തെ പ്രവൃത്തികൾ അവരെ വേട്ടയാടുന്നു. തകർത്തുകളയും. അവരതാ സിംഹക്കുഴിയിലേക്ക് വീഴുവാൻ പോകുന്നു. ആ പ്രശ്നങ്ങളുടെ ക്രൗര്യത അവരെ തകർത്ത് കളയുവാനായി കടന്നു വരുന്നു. അയ്യോ, എൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. ഇല്ലെന്നേ, ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. നിന്റെ തലമുറകളായിരിക്കുന്ന ആ സ്ഥാനത്ത് എൻ്റെ ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. അവർക്കൊരു കേടും വരാതെ അവരെ കർത്താവ് പുറത്തു കൊണ്ടുവരും. യെസ് മാതാവേ, നിന്നോട് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവർക്കൊരു കേടും വരാതെ, നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് അവർക്കൊരു കേടും വരാതെ എൻ്റെ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരും. ആ ആശുപത്രിക്കകത്ത് നിന്നൊരു കേടും വരാതെ എൻ്റെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന കർത്താവ് നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരും. ദൂത. ആമേൻ. സ്തോത്രം. ആ സിംഹം, കടമെന്ന സിംഹം നിന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം ദാനിയേലിനെ ഒന്നും ചെയ്യത്തില്ല. കാരണം ദാനിയേലിന് പ്രാർത്ഥനാ ജീവിതമുണ്ട്. പ്രാർത്ഥനാ ജീവിതമുള്ള നിന്നെ യാതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ദാനിയേലിൻ്റെ ആവശ്യം അവന് മുമ്പേ അറിഞ്ഞ് ദൈവം അതിന് പരിഹാരം വരുത്തി. പ്രാർത്ഥിക്കുന്നവൻ്റെ അല്ല, പ്രാർത്ഥനാ ജീവിതമുള്ളവൻ്റെ. എന്ത് വന്നാലും ഞാൻ പ്രാർത്ഥിക്കും. തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ? തീർന്നില്ല. സിമ്പിൾ പ്രാർത്ഥനയും ഒരുപാട് നേട്ടവുമാണ്. രണ്ടാമത്തെ നേട്ടം, ആരാണോ ദാനിയേലിന് വിരോധമായി രേഖ എഴുതിപ്പിച്ചത് അവൻ്റെ ചീട്ട് ദൈവം കീറിക്കൊടുത്തു. സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേലിന് വിരോധമായി രേഖ എഴുതിയ കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ ചീട്ട് ദൈവം കീറിയെന്ന്. ഈ ദൂതൻ പോയിട്ട് സിംഹത്തോട് പറഞ്ഞില്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യ്, നിങ്ങൾക്കുള്ള ഭക്ഷണം ഇതല്ല. ആ ഹോട്ടലിലെ വെയിറ്റർ വന്നിട്ട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇപ്പോൾ കഴിക്കണ്ട, നിങ്ങൾക്കുള്ള ഭക്ഷണം വരാൻ പോകുന്നതേ ഉള്ളൂ. സ്പെഷ്യലാ. ആ സ്പെഷ്യൽ 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ രേഖ എഴുതിപ്പിച്ചവരും അവരുടെ കുടുംബവും സകലരും ആ സിംഹത്തിന് ഇരയായി തീർന്നു. വചനം പറയുന്നു, അവർ ആ സിംഹക്കുഴിയുടെ അടിത്തട്ടിലെത്തിയില്ല. അതിനു മുമ്പേ സിംഹം കടിച്ചു കീറി എല്ലിനെയൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ നിനക്ക് വിരോധമായി രേഖ എഴുതിപ്പിച്ച ചിലർ നീ തകർന്നു കാണുവാൻ അവരാഗ്രഹിച്ചതുപോലെ തകരുവാൻ പോകുക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ഒന്ന് നോക്കി. അതുകൊണ്ട് തീർന്നില്ല. അതെ, പിന്നെയും 6-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാനിയേലിലൂടെ ദൈവത്തിന്റെ നാമം ഉയരുക. സ്തോത്രം. അവിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടുക. ഇങ്ങനെ ഒരു ദൈവം വേറെയില്ല. സ്തോത്രം. ഈ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ഉത്തരവ് കൊടുത്തവൻ തന്നെ പറയുക, ഒപ്പിട്ട് കൊടുത്തവൻ പറയുക, ഒപ്പോ ഇതുപോലൊരു ദൈവം എന്തിന് പ്രാർത്ഥിക്കുന്നു, എന്തിനിങ്ങനെ എന്ന് ചോദിച്ചവർ പറയുവാൻ പോകുക, നിനക്കൊരു ദൈവമുണ്ട്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ശത്രുവിന്റെ ഇംഗിതത്തിന് വഴങ്ങി നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചിലർ, ആ ജോലി സ്ഥലത്ത് നിൽക്കുന്ന ചിലർ, കുടുംബത്തിനകത്ത് നിൽക്കുന്ന ചിലർ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിടത്തിലും നിൽക്കുന്ന ചിലർ പറയുവാൻ പോകുക, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. അപ്പോ അതൊരു സിമ്പിൾ പ്രാർത്ഥനയാണെന്ന് പറയുവാൻ കാരണം എന്താ? നമ്മൾ എന്തെങ്കിലും വലിയ വിഷയത്തിന് മധ്യത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒത്തിരി പാടല്. നല്ലൊരു രോഗം വന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ലെന്നേ. ബോധമില്ലാതെ കിടക്കുന്നവൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക? ICU കിടക്കുന്നവൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക? പറ്റത്തില്ല. പ്രശ്നത്തിന് മധ്യത്തിലുള്ള പ്രാർത്ഥന ഭയങ്കര കഷ്ടപ്പാടാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ,
ഓക്സിജൻ സിലിണ്ടർ വെച്ച് ശ്വസിക്കുന്നത് പോലെയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നിങ്ങളടുത്ത് തൊള്ള കയറി പ്രസംഗിക്കുമ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുക, ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, അതങ്ങ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഓക്സിജൻ സിലിണ്ടർ ആ മാസ്ക് വെച്ചിട്ട് ശ്വസിക്കണമെങ്കിൽ ശ്വസിക്കാനും അതിന് പണവും കൊടുക്കണം. പണവും കൊടുക്കണം. ഇതുപോലെ തന്നെ കഷ്ടതയിലുള്ള പ്രാർത്ഥന ചെലവുമുണ്ട്. പക്ഷേ കഷ്ടതയൊന്നും ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പാടുമില്ല. ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കാം. രാവിലെയും പ്രാർത്ഥിക്കാം, വൈകുന്നേരം പ്രാർത്ഥിക്കാം, ഉച്ചയ്ക്കും പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. അതിനെന്ത് ചെയ്യണം? പ്രതിഫലം ഇച്ഛിക്കാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, ദൈവദാസനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ദാനിയേൽ എന്ത് കണ്ടു കഴിഞ്ഞു? 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ 4 യൗവനക്കാരായ സഹോദരങ്ങൾ അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിനുള്ളവരാണ്, ഈ ലോകത്തിനുള്ളവരല്ല. രാജാവിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, അവൻ കുടിച്ച വീഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെതായ ഒന്നും വേണ്ട. ഞങ്ങൾ അടിമകളായിരിക്കാം, പക്ഷേ ലോകത്തിന് ഞങ്ങൾ അടിമകളായിരിക്കുമ്പോഴും ദൈവത്തിന് ഞങ്ങൾ അവൻ്റെ ദാസന്മാരാണ്. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതാണ്. പ്രിയരെ, എപ്പോഴാണ് സാഹചര്യങ്ങളെ നോക്കാതെ, അവസ്ഥകളെ നോക്കാതെ, എന്തിനെങ്കിലും വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുപടക്കുവാനും അവനെ സ്തുതിക്കുവാനും കഴിയുന്നത്? അതെ, നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ. ഇതുവരെ കർത്താവിനായി ജീവിതം സമർപ്പിച്ചിട്ടില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുവാനുള്ള നല്ല അവസരം ഇതാണ്. ലോകം നിങ്ങളെ മോഹിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം, പലപ്പോഴും അതിൻ്റെ പിന്നാലെ ഇന്നലകളിൽ ഓടിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും പറഞ്ഞേക്കും, ദൈവദാസനെ അതൊരു നഷ്ടക്കച്ചവടമല്ലേ? ആ അടിമയായി പിടിക്കപ്പെട്ട സ്ഥാനത്ത് കിട്ടിയത് ഭുജിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നെങ്കിൽ അതല്ലേ നല്ലത്? അത് നല്ലതല്ല പ്രിയരെ. പിന്നത്തേതിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, എച്ചിലായ ആഹാരത്തെക്കാൾ വലിയത് നൽകി 2600 വർഷങ്ങൾക്കിപ്പുറം പേര് നഷ്ടപ്പെട്ടു പോകാതെ അവർ നിലനിൽക്കുമാറായത് അവർ ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിച്ചതുകൊണ്ടാണ്. ദാനിയേൽ എൻ്റെ അപ്പനോ അപ്പൂപ്പനോ ആരും ആയതുകൊണ്ടല്ല, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ ആരെങ്കിലും ആയിട്ടുമല്ല. പേര് മാഞ്ഞു പോകത്തില്ല, നിലനിൽപ്പുണ്ട്, അനുഗ്രഹമുണ്ട്, നന്മകളുണ്ട്. ലോകം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നതിനപ്പുറം തരുവാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനായി സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അപ്പോൾ അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹ ബാങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ ഒത്തിരി പേരുടെ സപ്പോർട്ടാണ് ഈ മെസ്സേജ് നിങ്ങളിൽ എത്തിച്ചേരുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുവാനും അനേകരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. കോൺടാക്ട് ചെയ്യുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഏത് സിംഹത്തെയും കീറുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തരാക്കി മാറ്റും. സിംഹത്തിൻ്റെ വായടപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരായി കർത്താവ് ഞങ്ങളെ അയക്കും, നിങ്ങൾ ആയിപ്പോകുന്ന ആ സ്ഥാനത്ത്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക മറക്കേണ്ട. കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന ഈ നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇപ്പോൾ അടിയനൊപ്പമായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം. ഉറക്കമില്ലായ്മകൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ. സ്തോത്രം. തലമുറകൾ ആശുപത്രികളിലായിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവെ പ്രാർത്ഥിക്കുക. ആശുപത്രിയിൽ നിന്ന് അവൻ കേടുകൂടാതെ പുറത്തു വരിക, അവൾ കേടുകൂടാതെ പുറത്തു വരിക. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. പുതിയ ജോലികൾ സ്വദേശത്തും വിദേശത്തും ജോലി സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന കൃപയ്ക്കായി പുതുവഴികൾ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റുന്ന പുതിയ ജോലികൾ ലഭിക്കുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക, സകല തടസ്സങ്ങൾ മാറുക, കടങ്ങൾ മാറുക. കടഭാരങ്ങളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക, പലിശ കടങ്ങൾക്ക് തീർപ്പുണ്ടാകുക, സഹായികൾ ഉണ്ടാകുക. എല്ലാ ദാരിദ്ര്യവും ഇല്ലായ്മകളും മാറുക. കുടുംബജീവിതങ്ങൾ പണിയപ്പെടുവാൻ പ്രാർത്ഥിച്ചു. യേശുവിൻ നാമത്തിൽ ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക. അതങ്ങനെ സംഭവിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, വിദ്യാഭ്യാസം, വിവാഹം, ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭവനങ്ങൾ വാങ്ങട്ടെ. വാടക വീടുകളെന്ന നിരാശ മാറട്ടെ. ഭവനങ്ങൾ പണിതു തുടങ്ങട്ടെ. അമേൻ. വസ്തുക്കൾ വാങ്ങട്ടെ. കച്ചവടങ്ങൾ നടക്കട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വയം തൊഴിലുകൾ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഇതിവരുടെ വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കും. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.